ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ പുലാവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ലഞ്ച് ബോക്സൊക്കെ ആയി കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിതിനു വേണ്ടി 2 ഗ്ലാസ് ബസ്മതി റൈസ് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് കുതിർത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി എടുത്തു വെച്ചിട്ടുള്ളതാണിത്. പിന്നെ ഒരു അരക്കപ്പ് സോയ ഇളം ചൂടുവെള്ളത്തിൽ 5 മിനിറ്റ് കുതിർത്തതിന് ശേഷം 2 തവണ നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പുലാവിലേക്ക് സോയ ചങ്ക്സ് ഒന്നും ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഒരു 8 ബീൻസ്, അരക്കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ്, ഒരു ക്യാരറ്റ്, ചെറിയൊരു ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസിലുള്ള സവാള, 4 വലിയ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പച്ചക്കറികളൊക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ നെയ്ക്ക് പകരമായിട്ട് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാലും മതിയാവും. നെയ്യ് നല്ലപോലെ ചൂടായി വരുന്ന സമയം ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയം ഇതിലേക്ക് സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ട് വാടി വരുന്ന സമയം ഇതിലേക്ക് സോയ ചങ്ക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സോയൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് ഫ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി 4-5 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചക്കറികളൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയം ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരിയും പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഒരു ചെറിയ പിടി മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 4 ഗ്ലാസ് നല്ല തിളച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് എന്ന കണക്കിനാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതിൽ ഉപ്പൊക്കെ കുറവാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ തന്നെ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്യാം. ഇതിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി അരിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വേണം ഇത് കുക്ക് ചെയ്യാൻ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റി അരിയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ടതിന് ശേഷം അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ലഞ്ച് ബോക്സൊക്കെ ആയി കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.